കാട് വെട്ടിയ ബംഗാളിയോട് കേബിളുണ്ടെന്ന് പറഞ്ഞിട്ടും ബംഗാളിയുടെ മെഷീനിൽ കേബിൾ തട്ടി അത് പൊട്ടി താഴോട്ട് വീണു. ഈ കാണുന്ന കയറും ഈ കാണുന്ന പൈപ്പുകളും എല്ലാം രാവിലെ പണിക്കാർ പുറത്തെടുത്തു. പക്ഷേ താഴോട്ട് പോയ 200 മീറ്ററോളം വരുന്ന കേബിളും മോട്ടറും കൂടി ജാമായി കിടക്കുകയാണ് അകത്ത്. യഥാർത്ഥത്തിൽ ഇങ്ങനെ കേബിൾ ഇടുമ്പോൾ സ്വാഭാവികമായിട്ട് പൈപ്പിന് ചുറ്റും കേബിൾ ടൈ വെക്കാറുണ്ട്. പക്ഷേ ഇവിടെ കേബിൾ ടൈ ഇല്ല എന്ന് തന്നെ നമുക്ക് തോന്നി. ഇപ്പോൾ പ്ലംബർ പറയുന്ന കേബിൾ ടൈ ഉണ്ടെന്നാണ്. ആ പണിക്കാണ് നമ്മൾ വന്നത്. നമ്മളെന്തായാലും നമ്മുടെ ടൂൾസും മുക്കാലിയും എടുത്ത് കെട്ടിയതിന് ശേഷം നമ്മുടെ ചെയിൻ ലോക്ക് ഉപയോഗിച്ച് സാധനം പൊക്കിയെടുത്താൻ കഴിയുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഏകദേശം 25 മീറ്റർ താഴ്ചയിലാണ് ഇപ്പം മോട്ടറുള്ളതെന്നാണ് ഏകദേശ കണക്ക് പ്രകാരം നമുക്ക് മനസ്സിലായത്. ഒരു 2.5 മീറ്ററോളം നമ്മുടെ ഈ ചെയിൻ ലോക്ക് ഉപയോഗിച്ച് പൊക്കി. അതിന് ശേഷം നമ്മൾ പൈപ്പ് ജാമർ വെച്ചിട്ട്, അതായത് ഒരു ക്ലാമ്പ് ഉണ്ട്, അത് വെച്ച് ബ്ലോക്ക് ചെയ്ത് പിന്നെയും മുകളിലോട്ട് പൊക്കിയെടുക്കാമെന്നാണ് നമ്മൾ കരുതിയത്. പക്ഷേ പണി കൂടും തോറും റിസ്ക് കൂടി വന്നു എന്ന് വേണം പറയാൻ. ആദ്യമൊക്കെ സിമ്പിളായി പൊങ്ങി വന്ന ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞ് 2ാം റൗണ്ടിലൊക്കെ എത്തിയപ്പോൾ നമ്മളാകെ ഉപ്പാട്ടിലേക്ക് സാധനം എത്ര പൊക്കിയിട്ടും വരുന്നില്ല. രണ്ടാമത്തെ റൗണ്ട് കയറിയപ്പോൾ നമുക്ക് 4 മീറ്ററേ കിട്ടിയുള്ളൂ. ബാക്കി 21 മീറ്റർ ഇനിയും താഴെയാണ്. അത് പൊക്കിയെടുക്കാൻ വേണ്ടി രണ്ടുപേരും എത്ര ശ്രമിച്ചിട്ടും കിട്ടുന്നില്ല എന്ന് വേണം പറയാൻ. ഏതായാലും നാളെ അത്യാധുനിക സംവിധാനങ്ങളുമായിട്ട് ഞങ്ങൾ വരാമെന്ന് പറഞ്ഞ് ഒരു വലിയ ചർച്ചയ്ക്ക് ശേഷമാണ് അവിടുന്ന് മടങ്ങിയത്.